പുസ്തകത്തിൽ അക്ഷരങ്ങളെന്ന പോലെയും അക്ഷരങ്ങൾ ചേർന്നു ചേർന്നു വാക്കുപോലെയും അർത്ഥമുള്ളതാകണം, നിസ്വാർത്ഥമാകണം. ജീവിതം നന്മയായി ധന്യമാകണം. സ്നേഹമാകണം, സംഗീതമാകണം. സ്നേഹമാകണം, സംഗീതമാകണം. നമ്മൾ മാനവർ, നമുക്കു നമ്മൾ രക്ഷകർ. ഏതു ദേശമാകിലും നമ്മൾ സോദരർ. ശാശ്വതം മനസ്സിൽ ശാസ്ത്രബോധമുണരണം. വിശ്വശാന്തിക്കായി എന്നും ഒന്നു ചേരണം. വിശ്വശാന്തിക്കായി എന്നും ഒന്നു ചേരണം. Beautiful welcome dance presented by students of MAKM. മലയാളമയ്ക്കൊണ്ടൊരു താളം, മലയാളത്തിനുണ്ടൊരു രാഗം, മധുചൊരിയുന്നൊരു സംസ്കാരം, മലരണിയും മൃദുമോഹങ്ങൾ, അക്ഷരമണിയും കാവ്യങ്ങൾ, അർത്ഥതലങ്ങടയോന്നത്യം, മാമ്പൂവൊഴിയും നടവഴിയിൽ, മാമ്പഴമുതിരും പൂന്തുടിയിൽ, നാലുകെട്ടിനകവഴിയിൽ അച്ഛനുണർത്തിയ മന്ത്രങ്ങൾ, വിഷുക്കണിപ്പവനുതിരും പുലരികൾ, നന്മ പെരുന്നാൾ പൊൻവിറകൾ, ക്രിസ്മസ് കരോളിനീളങ്ങൾ, ഹൃദയക്കടലിൻ ആഴങ്ങൾ, സമത്വസുന്ദര കേരളം, ഇത് സമന്വയത്തിൻ കേരളം, സാഹോദര്യ പൊന്തീരം, എന്റെ കേരളം, എന്റെ കേരളം, സ്നേഹ കേരളം. മലയിൽ നിന്നുമൊരക്ഷരം, ലാസ്യത്തിൽ നിന്നൊരക്ഷരം, യാമത്തിൽ നിന്നൊരക്ഷരം, ലയത്തിൽ നിന്നൊരക്ഷരം, അക്ഷരമലയാളം, അക്ഷരമലയാളം. കഥകളായി കണ്ണീർ തൂവും അക്ഷരമലയാളം, കവിതയായി മുത്തുപൊഴിയും അക്ഷരമലയാളം, ഗാനത്തിൽ പ്രണയമാകും അക്ഷരമലയാളം, കീർത്തനങ്ങളിൽ ഒഴുകും അമൃത സ്വരത്തിൽ ഭക്തിയാകും പദങ്ങളിലെ ശൃംഗാരലാവണ്യമാകും അക്ഷരമലയാളം, അക്ഷരമലയാളം.
പരക്കെ നമ്മെ പാലങ്ങൾ തൂട്ടിയ ഭാഷാ ശശിബിംബം ഭാരതക്ഷ്മാദേവിതൻ തൃപ്പതാകകൾ ദൂരവാനിലുയർത്തുന്നു വള്ളത്തോൾ മഹാകവി വള്ളത്തോൾ മഹാകവി വീണപൂവിൽ പോലും അനശ്വര സ്നേഹലയം തേടി കാവ്യകലയുടെ ധനഞ്ജയൻ കുമാരനാശാൻ വീണപൂവിൽ പോലും അനശ്വര സ്നേഹലയം തേടി കാവ്യകലയുടെ ധനഞ്ജയൻ കുമാരനാശാൻ ചങ്ങം പുഴയുടെ മനസ്വിനി കാവ്യകന്യാ തപസ്വിനി ചങ്ങം പുഴയുടെ മനസ്വിനി കാവ്യകന്യാ തപസ്വിനി മഞ്ഞത്തെച്ചിപ്പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലകാലേ മഞ്ഞത്തെച്ചിപ്പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലകാലേ നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിരുഴുതി തൻ പൊൻകതുപോലെ നിന്നു ലളിതേ നീ എൻ മുന്നിൽ നിരുഴുതി തൻ പൊൻകതുപോലെ കവികൽപ്പനയുടെ സഖ്യനിൽ നിന്നും കൈരളി നിളയൊഴുകുന്നു കവികൽപ്പനയുടെ സഖ്യനിൽ നിന്നും കൈരളി നിളയൊഴുകുന്നു ശബ്ദച്ചിലങ്കയോടെ അർത്ഥാലങ്കാരമോടെ അനുഗ്രഹിക്കാൻ ഒരുങ്ങി നിൽക്കൂ അമ്മ മലയാളം അമ്മ മലയാളം മതിലുകളില്ലാതെ ആനതിരുകളില്ലാതെ മതിലുകളില്ലാതെ ആനതിരുകളില്ലാതെ വിശ്വം മുഴുവൻ നിറഞ്ഞു നിൽപ്പു അമ്മ മലയാളം അമ്മ മലയാളം Have a good round of applause from everyone. Thank you, dear students. You made the day even more beautiful with your graceful steps. Next, I would like to invite our respected principal, ma'am, Ms. Sarada Nair, to deliver the welcome speech. Over to you, ma'am. To all, in every seed, there is the promise of a forest. After a refreshing summer break, it's wonderful to see our school once again buzzing with energy, enthusiasm, smiling faces and tiny feet walking all around the campus. On the outset, I welcome our chief guest, Mr. Sudhisha Palod, Member of Legislative Assembly, Vamanapuram Constituency, to our reopening day ceremony, Homecoming 2026. A well-known politician from Palod, sir needs no special introduction. It's our pride and privilege to have you with us today, sir. I once again welcome you. Mr. K. Baburajan, President, Nalanad Grama Panchayat, was to join us. I would also like to welcome our PTA President, Mr. Binu S. Nair, on this occasion, and all other dignitaries present here today. It's my absolute honor to welcome our visionary leader, our esteemed chairman, A. Abdul Rashid Sir, who is committed to constantly guide and inspire us at every step forward. I would also like to welcome the sturdy foundation, our board of directors, Vice Chairman, Mr. Neer Chalil Bashir, General Secretary, Mr. Naushad Mailakil, Secretary and Academic Coordinator, Mr. Nasir Khan, Treasurer, Mr. Majid, and Director, Mr. Asim.
With a huge round of applause, I welcome and request each one of you on stage. I request all the other dignitaries also, invited guests, to be on stage, please. Academic Coordinator Shaji sir, sir please. I request you to be on stage. School reopening marks not just the beginning of classes, but the start of new opportunities, new friendships, new experiences, and new achievements. Every new academic year is a fresh chapter waiting to be written with hard work, determination, and success. Dear students, step into this year with confidence and curiosity. Learn not only from your books, but also from your experiences, interactions, and challenges. Remember that education is not merely about securing good marks. It's about developing character, values, creativity, and responsibility. I extend my sincere gratitude to your continued trust and support, dear parents. As we embark on a new journey together, let us pledge to uphold the values of discipline, respect, kindness, and perseverance. I clearly understand that today is not the day for a long speech. The elder ones are waiting to move to their new classrooms, meet their friends after a long break, and the tiny tots in their new uniforms are eagerly waiting for a whole new experience of school and learning. I welcome each one of you and wish everyone good luck. I extend my sincere gratitude and wishes to our dedicated teachers who are committed to shape the future of our students. I wish all my beloved children a joyful, productive, and successful academic year ahead. God bless you all. Thank you. Thank you, dear ma'am. Next, I would like to invite our chairman, Mr. A.A. Rashid, to deliver the presidential address. Over to you, sir. നമ്മുടെ വാമനപുരത്തിലെ പ്രിയങ്കരനായ MLA സുധീഷ് പാലോട്, നമ്മുടെ പ്രിൻസിപ്പൽ, നമ്മുടെ വൈസ് ചെയർമാൻ, സെക്രട്ടറി, ജനറൽ സെക്രട്ടറി, ട്രഷറർ, ബോർഡ് മെമ്പേഴ്സ്, പ്രിയപ്പെട്ട PTA പ്രസിഡൻറ്റ്, അതുപോലെ നമ്മുടെ പ്രിയങ്കരായ അധ്യാപകരെ, പ്രിയപ്പെട്ട രക്ഷാകർത്താക്കളെ, വിദ്യാർത്ഥിനികളെ, നമുക്ക് ഏവർക്കും അറിയുന്ന പോലെ നമ്മുടെ റീ ഓപ്പണിംഗ് ഇന്ന് 4-ാം തീയതി വെച്ചിരിക്കുക. ഈ മഴയും ഈ കാലാവസ്ഥയൊക്കെ പ്രതികൂലമായി നിന്നിട്ടും നമ്മുടെ കുട്ടികളെല്ലാം വന്നു ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഈ പ്രവേശനോത്സവം, ഇന്നത്തെ നമ്മുടെ റീ ഓപ്പണിംഗ് വളരെ ഗംഭീരമായി കഴിഞ്ഞ 21 വർഷമായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുക. ഇത് 21ാമത്തെ വർഷത്തെ നമ്മുടെ റീ ഓപ്പണിംഗ് സെറമണിയാണ്. ഈ സെറമണിയിൽ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഈ സ്കൂളിൻ്റെ ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് വളരെ ആഹ്ലാദത്തോടും സന്തോഷത്തോടും നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. കാരണം നമ്മുടെ രക്ഷകർത്താക്കളുടെയും കുട്ടികളുടെയും സഹകരണം, അതേപോലെ കഴിഞ്ഞ വർഷത്തെ നമ്മുടെ അതിന് മുമ്പുള്ള വർഷം, അതിനുള്ള മുമ്പ് വർഷങ്ങളിലുള്ള എല്ലാ CBC എക്സാമിനുകളിൽ 10ഉം 12ലേക്ക് വിജയം കരസ്ഥമാക്കിയ 99% വരെ മാർക്ക് വാങ്ങിച്ച് ജയിക്കാൻ കഴിഞ്ഞിട്ടുള്ള മിടുക്കളായ കുട്ടികളാണ് നമ്മുടെ ഇതിലുള്ളത്. അതിനുവേണ്ടി അഹോരാത്രം പ്രയത്നിച്ച പ്രിൻസിപ്പൽ, അതേപോലുള്ള അധ്യാപകർ, അതേപോലുള്ള സ്റ്റാഫുകൾ എല്ലാവരെയും ഈ അവസരത്തിൽ എനിക്ക് നന്ദി അറിയിക്കാനാണ് ഈ അവസരം ഉപയോഗിക്കുന്നത്. മേലിലും നമ്മുടെ ഈ MAM ഫാമിലിയോടൊപ്പം നിങ്ങളെല്ലാവരും ഉണ്ടാകും എന്ന് എനിക്ക് വളരെ ദൃഢനിശ്ചയമുണ്ട്. നിങ്ങളെ ഓരോരുത്തരെയും എനിക്ക് നേരിട്ട് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ വർഷം നമുക്ക് അഡ്മിഷൻ ക്ലോസ് ചെയ്യേണ്ട ഒരു സാഹചര്യം വരെ നിങ്ങൾ ഉണ്ടാക്കി തന്നിട്ടുണ്ട്. അതിന് ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുകയാണ്. നമ്മുടെ CBCയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ അനുസരിച്ച് അടുത്ത ഈ 2 മാസത്തിനകം തന്നെ നമ്മൾ ഇവിടെ ലിഫ്റ്റ് സംവിധാനം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ലിഫ്റ്റിൻ്റെ പണി ഇവിടെ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ്. വിത്തിൻ 1 മന്ത്, 1 മാസത്തിനകത്ത് നമ്മുടെ പണികൾ പൂർത്തീകരിച്ച് ലിഫ്റ്റ് സൗകര്യവും നമുക്ക് സാധ്യമാക്കും എന്നുള്ളതാണ്. നമ്മുടെ സ്കൂളിൽ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് 2005 നാം വിചാരിച്ചതുപോലെ
നമ്മുടെ ഗ്രാമീണ അന്തരീക്ഷത്തിൽ നമുക്ക് തിരുവനന്തപുരത്ത് കിട്ടുന്ന ഉന്നത വിദ്യാഭ്യാസത്തിൽ അതേപോലെ നമ്മുടെ ഈ വെഞ്ഞാറമൂട്ടിൽ കിട്ടണം എന്നുള്ള ഒരൊറ്റ ഉദ്ദേശം കൊണ്ട് മാത്രമാണ് ഈ സ്കൂള് ജമാഅത്തിൻ്റെ കീഴിൽ ആരംഭിക്കുകയുണ്ടായത്. അതിൻ്റെ ഫലം 10-15 വർഷം കഴിഞ്ഞപ്പോൾ കണ്ടു തുടങ്ങി. ഇപ്പോൾ 21ാമത്തെ വർഷം, 20ാം വർഷവും 19ാം വർഷവും 18ാം വർഷവുമൊക്കെ വളരെ ഗംഭീരമായി നമുക്ക് നാഷണൽ ലെവലിൽ വളരെ തിരുവനന്തപുരത്ത് അറിയപ്പെടുന്ന സ്കൂളിനേക്കാൾ മുമ്പോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളതാണ്. അതിനെല്ലാം കാരണം നമ്മുടെ ഒരു കൂട്ടം നമ്മുടെ MAM ഫാമിലിയാണ്. അതോടൊപ്പം നിങ്ങളുടെ രക്ഷകർത്താക്കളാണ്. അതുപോലെ നമ്മുടെ സമർത്ഥരായ അധ്യാപക കൂട്ടരാണ്. എല്ലാവരുടെയും ഒരിക്കൽ കൂടി ഈ അവസരത്തിൽ ഞാൻ അവരോടൊക്കെ കടപ്പെട്ട് നന്ദി അറിയിക്കുകയും കൂടുതൽ ഞാൻ കാര്യങ്ങളിൽ കടക്കുന്നില്ല. നമ്മുടെ അസംബ്ലി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് നമ്മളെ പ്രിയങ്കരനായ MLA നമ്മളിവിടെ ക്ഷണിച്ച് വരുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ സമയം അനുസരിച്ച് നമുക്ക് അദ്ദേഹത്തെ യാത്രയാക്കാനുണ്ട്. അതിൻ്റെ കടമയും കടപ്പാടും നമുക്കുള്ളതാണ്. അതുകൊണ്ട് ഞാൻ വിരമിക്കുന്നു. താങ്ക് യു. Thank you, sir. As we all have gathered here for the reopening day ceremony of our school, and we begin this academic year with much more happiness and enthusiasm, we have an important personality with us. Our esteemed chief guest, Mr. Sudisha Palod, MLA, Vamanapuram Assembly Constituency. I would like to invite sir for the inaugural address. Thank you. ഈ പ്രൗഢമായ ഓപ്പണിംഗ് സെറമണി അധ്യക്ഷൻ ചെയർമാൻ ശ്രീ A. റഷീദ്, ഇവിടെ സ്വാഗതം ആശംസിച്ച പ്രിൻസിപ്പൽ ശ്രീമതി സരിത നായർ, ശ്രീ ബിനു S. നായർ, ശ്രീ MS ഷാജി, ശ്രീമതി സനുജ, മറ്റ് ബോർഡ് മെമ്പേഴ്സ്, ഏറ്റവും പ്രിയപ്പെട്ട അധ്യാപകർ, അനധ്യാപകർ, എൻ്റെ മുന്നിലിരിക്കുന്ന എൻ്റെ കുഞ്ഞ് അനുജന്മാർ, അനുജത്തിമാർ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, സുഹൃത്തുക്കളെ, ഏറ്റവും അഭിമാനവും അതിലേറെ സന്തോഷവുമുള്ള ഒരു മുഹൂർത്തമാണ്. ഒരു കാര്യം തീർച്ചയാണ്, നമ്മുടെ ഈ പ്രദേശത്ത് ഏറ്റവും റെപ്യൂട്ടഡായി ഏറ്റവും നല്ല അക്കാഡമിക് നിലവാരം പുലർത്തുന്ന ഒരു സ്ഥാപനമാണ് ഇത് എന്ന് പറയുന്നതിൽ എനിക്ക് അഭിമാനമുണ്ട്. രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന് ധീരോദാത്തമായി നേതൃത്വം കൊടുത്ത ഒരു മഹാനായ മനുഷ്യൻ്റെ, രാജ്യത്തിൻ്റെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയുടെ പേരിലുള്ള ഒരു സ്ഥാപനം, ഏറ്റവും നല്ല അക്കാഡമിക് നിലവാരം, കഴിഞ്ഞ പരീക്ഷയിലും മെച്ചപ്പെട്ട റിസൾട്ട് കരസ്ഥമാക്കിയ ഒരു സ്ഥാപനം, വളരെ കമ്മിറ്റഡായി ഡെഡിക്കേറ്റഡായി ഈ സ്ഥാപനത്തിന് വേണ്ടി, ഈ സ്ഥാപനത്തിൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിന് വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി അർപ്പണബോധത്തോടു കൂടി ജോലി ചെയ്യുന്ന ഒരു കൂട്ടം ടീച്ചേഴ്സ്, എല്ലാ നിലയിലും തീർച്ചയായും നമ്മുടെ നാടിൻ്റെ ഒരു സിഗ്നേച്ചറാണ് ഈ സ്ഥാപനം എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. വളരെ പ്രതീക്ഷയോടുകൂടി ഇന്നിവിടെ കടന്നു വന്ന വിദ്യാർത്ഥികൾ നാളുകളിൽ ഈ നാടിൻ്റെ അഭിമാനമായി മാറേണ്ട, ഏറ്റവും മികച്ച രീതിയിൽ നാളെ ഈ നാടിനെ അവരാൽ അറിയപ്പെടുന്നവരായി മാറ്റാൻ സാധ്യമായ കഴിവും പ്രാപ്തിയുമുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. തീർച്ചയായും ഈ സ്ഥാപനത്തിൽ പഠിക്കുവാൻ ഒരവസരം കിട്ടിയതിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. അത്രയ്ക്ക് മികവിൻ്റെ കേന്ദ്രമായ ഈ സ്ഥാപനം തീർച്ചയായും നിങ്ങളുടെ നാളുകളിലെ മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈ സ്ഥാപനവും ഇവിടെ നിന്ന് ലഭിക്കുന്ന വിദ്യാഭ്യാസവും പ്രചോദനകരമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്കറിയാം, നമ്മുടെ ജീവിതത്തിൽ എല്ലാവർക്കും അവരുടേതായ ഒരു പാഷൻ ഉണ്ടാവും. അത് കണ്ടെത്തി അതിനെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത്
മെച്ചപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോയി റിസൾട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് ഓരോരുത്തർക്കും വ്യത്യസ്തമായ കഴിവുകളുണ്ടാവാം. എൻ്റെ മുന്നിലിരിക്കുന്ന എല്ലാവരും നാളെ പഠനം പൂർത്തിയാക്കി എല്ലാവർക്കും ഗവൺമെൻറ് ജോലി ലഭിക്കണമെന്നില്ല, എല്ലാവരും എൻജിനീയർ ആവണമെന്നില്ല. അങ്ങനെ വ്യത്യസ്തമായി ഏതെങ്കിലും നിലയിൽ നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ നിർണ്ണയിക്കുന്നത്, നമ്മുടെ സോഷ്യൽ സ്റ്റാറ്റസിൻ്റെ മാനദണ്ഡം ഏതെങ്കിലും മെച്ചപ്പെട്ട ഒരു ജോലിയോ അല്ലെങ്കിൽ പണമോ ഒന്നുമല്ല, നല്ല മനുഷ്യരായി ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്കറിയാം, നമ്മുടെ ഈ കാലഘട്ടം ഏറ്റവും സുപ്രധാനമായ ഒരു മനുഷ്യൻ എന്ന നിലയിൽ നമ്മുടെ ജീവിതക്രമം രൂപാന്തരപ്പെടുത്തുന്ന ഏറ്റവും മെച്ചപ്പെട്ട ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യവുമുണ്ട്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, കേവലമായ സിലബസിനകത്ത് നിന്നും മാത്രം ഒതുങ്ങിപ്പോകാതെ വളരെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സോഷ്യൽ കമ്മിറ്റ്മെൻ്റുള്ള നല്ല മക്കളായി വളരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമുക്ക് സിലബസിന് പുറത്ത് ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് മുന്നിലുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നേടേണ്ട ബാധ്യതയും നമുക്കുണ്ട്. തൊട്ടടുത്തിരിക്കുന്ന കുട്ടിയുടെ വിഷമത്തിൽ പങ്കെടുക്കുക, പങ്കാളിയാവുക, അവനെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. നമുക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കാലമാണ്. ഈ കാലത്തും ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനും ഒരു യന്ത്രത്തിനും റീപ്ലേസ് ചെയ്യാൻ കഴിയാത്ത മനുഷ്യത്വമുള്ള, സഹാനുഭൂതിയുള്ള, അടുത്തിരിക്കുന്നവൻ്റെ ജാതിയോ മതമോ തിരക്കാത്ത നല്ല മനുഷ്യരായി വളരുക എന്നുള്ളതാണ് നമ്മുടെ ഈ കാലം ഏൽപ്പിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ഉത്തരവാദിത്വം എന്ന് പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ കേവലമായ ഒരു സിലബസിനകത്ത് നിന്ന് മാത്രം ജീവിതത്തെ കാണേണ്ടവരല്ല. നമുക്ക് രാജ്യത്തെക്കുറിച്ച്, നമ്മൾ നിൽക്കുന്ന പൊതു ഇടത്തെക്കുറിച്ച് കൃത്യമായ ധാരണയും ബോധ്യവും ഉള്ളവരായി മാറണം. നാം ഇന്ന് ജീവിക്കുന്ന രാജ്യം, ഈ രാജ്യത്തിൻ്റെ ഇന്നലകളിലെ ചരിത്രം, ദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ബലിവേദികളിൽ സ്വജീവിതം ഹോമിച്ച ആയിരക്കണക്കിന് സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും അവിസ്മരണീയമായ ഇന്നലകളെ നെഞ്ചോട് ചേർത്ത് മുന്നോട്ട് പോകുന്ന ഒരു രാജ്യമാണ്. ഈ രാജ്യം ഇങ്ങനെ നിലനിൽക്കുന്നതിന് കാര്യമായ ഈ രാജ്യത്തിൻ്റെ ഭരണഘടന, ഈ രാജ്യത്തിൻ്റെ ജനാധിപത്യം, ഈ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത, ഈ രാജ്യത്തിൻ്റെ സോഷ്യലിസ്റ്റ് സംസ്കാരം, ഇതെല്ലാം സംരക്ഷിക്കപ്പെടണം എന്നുള്ള ഉത്തരവാദിത്വം കൂടി നമുക്ക് മുന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. അതുകൊണ്ട് തന്നെ വർത്തമാനകാലത്ത് ഏറ്റവും പ്രസക്തമായത് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു, പ്രധാനമന്ത്രിമാരെ തമ്മിൽ, രാജ്യത്തിൻ്റെ ഭരണകൂടനൊക്കെ തമ്മിൽ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വർത്തമാനകാലത്ത് രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി എന്ത് സംഭാവന ചെയ്തു എന്ന് ചോദിച്ചാൽ, ഈ രാജ്യത്തെ ഏറ്റവും വലിയ ഒരു പരമാധികാര സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കായി രാജ്യത്തെ വളർത്തി എന്നുള്ളതാണ് നെഹ്റു ഈ രാജ്യത്തിന് വേണ്ടി ചെയ്ത ഏറ്റവും വലിയ സംഭാവന എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമ്മുടെ രാജ്യം ഭരണകൂടങ്ങളാൽ പല നിലയിൽ അപകടകരമായ സ്ഥിതിയിലൂടെ മുന്നോട്ട് പോകുമ്പോൾ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ നിലനിൽപ്പ്, നമ്മുടെ രാജ്യം, നമ്മുടെ ഭരണഘടന, ഇതൊക്കെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ജവഹർലാൽ നെഹ്റു പ്രധാനമന്ത്രിയായിരുന്ന 16 വർഷവും അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി കസേരയുടെ മുന്നിലുള്ള മേശപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ ഇഷ്ടകവിയായ ആൽബർട്ട് ഫോറസ്റ്റിൻ്റെ 4 വരി കവിതകളുണ്ടായിരുന്നു. എപ്പോഴും അത് ഫോളോ ചെയ്യുമായിരുന്നു അദ്ദേഹം. അതെങ്ങനെയായിരുന്നു? വുഡ്സ് ആർ ലവ്ലി, ഡാർക്ക് ആൻഡ് ഡീപ്പ്, ബട്ട് ഐ ഹാവ് പ്രോമിസസ് ടു കീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് ആൻഡ് മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്. ആ കവിതകൾക്ക് വർത്തമാനകാലത്ത് രാജ്യത്തിനേറെ പ്രസക്തിയുണ്ട്. നാം ജീവിക്കുന്ന ചുറ്റുപാടിൽ ഒരു രാജ്യത്ത് നമ്മുടെ ഭരണഘടന, നമ്മുടെ ജനാധിപത്യ മൂല്യങ്ങൾ വല്ലാതെ പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോൾ കേവലമായ വിദ്യ മാത്രമല്ല, ഞാൻ സൂചിപ്പിച്ചതുപോലെ
കേവലമായ സിലബസിൽ ഒതുങ്ങി നിൽക്കേണ്ടവരല്ല. സിലബസിന് പുറത്ത് ഒരുപാട് ഉത്തരങ്ങൾ കണ്ടെത്തേണ്ടവരാണ്. നമ്മൾ ഉത്തരങ്ങൾ മാത്രം എഴുതി കൊടുക്കേണ്ടവരല്ല. നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാവണം. ആരുടെ മുന്നിലും ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള തൻ്റെ ഇടവും പ്രാപ്തിയുമുള്ളവരായി നമ്മൾ വളരണം എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. തീർച്ചയായും എൻ്റെ മുന്നിലിരിക്കുന്ന ഓരോരുത്തരും ഈ നാടിൻ്റെ നാളെയുടെ അഭിമാനമായി മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നമുക്ക് സ്വപ്നങ്ങളുണ്ടാകണം. APJ അബ്ദുൽ കലാം പറഞ്ഞതുപോലെ ആ മഹാനായ മനുഷ്യൻ സ്വപ്നങ്ങൾ ഉണ്ടാകണമെന്നും ഉന്നതങ്ങളായ സ്വപ്നങ്ങളായിരിക്കണം നമ്മെ മുന്നോട്ട് നയിക്കേണ്ടതും എന്നുള്ള ആ മനുഷ്യൻ്റെ കാഴ്ചപ്പാട്. ഉറങ്ങുമ്പോൾ കാണുന്നതല്ല, നമ്മൾ ഉറക്കാതിരിക്കുന്നതാണ് സ്വപ്നം എന്ന് കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി ഒരു സാധാരണ സ്കൂളിൽ പഠിച്ച ഒരു വിദ്യാർത്ഥി രാമേശ്വരത്തെ കടൽ തിരമാലകൾക്ക് മുകളിലൂടെ ഉയർന്നു പറക്കുന്ന ആ പക്ഷികളെ കണ്ട് അധ്യാപകനോട് ഈ പറക്കുന്നതിൻ്റെ ശാസ്ത്രബോധം കൃത്യമായി മനസ്സിലാക്കി വലുതാകുമ്പോൾ എനിക്കിതുപോലെ പറന്നുയരണമെന്ന് ചിന്തിച്ച ഒരു 5ാം ക്ലാസ്സുകാരൻ പിന്നീട് രാജ്യത്തിൻ്റെ റോക്കറ്റ് സയൻസിൻ്റെ ഏറ്റവും ഉന്നതമായ ഔന്നത്യത്തിലെത്തി രാജ്യത്തിൻ്റെ മിസൈൽമാനായി മാറി ഈ രാജ്യത്തിൻ്റെ മാതൃകാ പുരുഷനായിട്ടുണ്ട് എങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് അസാധ്യമായതൊന്നുമില്ല. കഠിനാധ്വാനത്തോടുകൂടി അർപ്പണബോധത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോയാൽ തീർച്ചയായും നമുക്ക് റിസൾട്ട് ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിച്ചത്, നിങ്ങളെ രൂപാന്തരപ്പെടുത്തുന്ന ഒരു മനുഷ്യനായി ക്രമീകരിക്കുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്. നമുക്കറിയാം, സ്കൂളുകൾ കേന്ദ്രീകരിച്ച് നമ്മുടെ സമൂഹത്തിൽ ചില തെറ്റായ പ്രവണതകൾ, ലഹരി മരുന്നിൻ്റെ ഉപയോഗം, ഇത്തരത്തിലുള്ള കെമിക്കൽ സബ്സ്റ്റൻസ്, ഈ രാസലഹരി ഉപയോഗിച്ച് നമ്മുടെ വിദ്യാർത്ഥികളെ പോലും അതിൻ്റെ കൺസ്യൂമർ നെറ്റ്വർക്കായി മാറ്റുന്ന വലിയ റാക്കറ്റ് നമുക്ക് മുന്നിലുണ്ട്. അപ്പോൾ ജാഗരൂകരായി ഇത്തരത്തിലുള്ള ലഹരിക്കെതിരെ, ഇത്തരത്തിലുള്ള തെറ്റായ പ്രവണതകൾക്കെതിരെ നമുക്ക് ശബ്ദിക്കണം, നമുക്ക് നിലപാട് സ്വീകരിക്കണം, നമ്മളും അതിൻ്റെ ഭാഗമാകണം എന്നാണ് എനിക്ക് നിങ്ങളോട് അഭ്യർത്ഥിക്കുവാനുള്ളത്. തീർച്ചയായും നിങ്ങളുടെ നാളുകളിലെ മുന്നോട്ടുള്ള പ്രയാണം, നിങ്ങളുടെ അഭിലാഷങ്ങൾ, നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം സഫലമാകട്ടെ എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഈ മഹാസംഗമത്തിൽ എന്നെ കൂടി ക്ഷണിച്ചതിലുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സ്കൂളിൻ്റെ മെച്ചപ്പെട്ട മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ എൻ്റെ എല്ലാവിധമായ പിന്തുണയും ഉണ്ടാകുമെന്നുള്ള ഹൃദയത്തിൽ തട്ടിയ ഉറപ്പും വാക്കും നൽകിക്കൊണ്ട് ഈ മഹാസംഗമം വിനീതനായി ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. ജയ് ഹിന്ദ്. Inaugural ceremony. Thank you, sir, for your thoughtful words for our students on their big day. Let's take a moment to share a warm welcome to Mr. K. Baburajan, sir, President, Nelanad Grama Panchayat. Let's share the warm love and respect to sir. Now it's time for honoring our chief guest. I invite Mr. A.A. Rashid, Chairman, along with all the respected dignitaries. Now it's the moment to share our warm love and respect to our esteemed chief guest, Mr. Sudisha Palod. I request all the dignitaries to come forward and share the big love and respect from our school. That's a beautiful moment. Can we have a big round of applause and share our love and respect? We are going towards a beautiful moment, the school magazine release. I request our art sir, Shiju sir, also to come forward. Our esteemed chief guest, Sudisha Palod sir, along with all the other dignitaries. Let's take a moment for the distribution of our school magazine, Smriti Sagaram. Thank you, sir. We are moving on to a proud moment of our school, the felicitation
ceremony of class 10 and plus 2 students. The students, please be ready. I request our esteemed chief guest, Mr. Sudisha sir, along with all the other dignitaries. Now it's time for the felicitations. We'll begin with the Class 10 results 2026-27. The students scored the highest percentage, Abhishek U, with 99%. Let's put our hands together for this proud moment. Amania SS, Deepika, Naiha Nishad, Akshay Saji, Sadia Fatima, Sana Sairaj, Al Jafis, Arif Mohammed, Afsana Sharaf, Fatiha P, Archa D, Aisha Mariam Sabu S, Mohammed Faizan, Saeed Ali, Vaishnavi T.R., Alfia S., Hasna F., Mohammed Shahzur, Mohammed N., Shinaz Fan, Mohammed Mohsin, Mohammed Farhan, Raina Fatima, Ayush S., Mohammed Halim, Asna Nazir, Hana S., Alia SS., and Alisha Amjad. For the felicitations, I also invite our ex-chairman, MS Shaji sir also. Sir is there. Okay. Now, let's move on to the class plus 2 percentage results. Let's welcome Achmi N, Akshara Shibu, Alfina S. Nasir, Al-Rifa J, Altaf Mohammed, Pradyun Kumar, Al-Sabit R, Arjun SS, Vinaya S, A.G. Devadatan, Vaiga MS, Alpha AS, Tirtha R. Suresh, Krishna AP,
Nafia S. On behalf of Ajmal, his parent is joining to receive the award. Adil V. Okay, on behalf of Ajmal, his parent is joining to receive this. Adil V. Gautam A.S. Adnan Ahmed. Muhammad Zayan Sulfikar. Asif B.S. Let's give a warm round of energetic applause for all the students as we witnessed a proud moment of our school. Thank you all. President Nalanad Grama Panchayat to share the keynote address. Over to you, sir. ബഹുമാന്യനായ ഈ പ്രവേശനോത്സവത്തിൻ്റെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഈ സ്കൂളിൻ്റെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ എ റഷീദ് അവർകൾ, അതുപോലെ ഈ പ്രവേശനോത്സവത്തിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് കടന്നുപോയ വാവനപുരത്തിൻ്റെ പ്രിയങ്കരനായ MLA ശ്രീ സുധീർ ഷാ പാലോട് അവർകൾ, അതുപോലെ തന്നെ വേദിയിലും സദസ്സിലുമുള്ള വിശിഷ്ട വ്യക്തിത്വങ്ങളെ, പ്രിയപ്പെട്ട രക്ഷകർത്താക്കളെ, എൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നിങ്ങളെ സംബന്ധിച്ച് ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. ഒരു വേനൽ അവധിക്കാലം കഴിഞ്ഞ് നമ്മൾ സ്കൂളിലേക്ക് വരുന്ന ദിവസമാണ്. ഞാൻ വരുമ്പോൾ ശ്രീ റഷീദ് അവർകൾ പറഞ്ഞതനുസരിച്ച് ഈ സ്കൂളിൻ്റെ അഡ്മിഷൻ ക്ലോസ് ചെയ്യാൻ കണക്കിനുള്ള അഡ്മിഷൻ ആയി കഴിഞ്ഞു. സ്കൂളിൻ്റെ സ്ട്രെങ്തിലേക്ക് ഈ വർഷം എത്തിക്കഴിഞ്ഞു എന്നാണ്. വളരെ സന്തോഷം. നമുക്കറിയാമല്ലോ, ഇവിടെ നമ്മുടെ പഞ്ചായത്തിൽ 9ഓളം സ്കൂളുകളാണ് സർക്കാർ സ്കൂളുകളായും മറ്റ് എയ്ഡഡ് മേഖലയിലും പ്രവർത്തിക്കുന്ന സ്കൂളുകൾ. 9 സ്കൂളുകൾ, നല്ല ലെവലിൽ പ്രവർത്തിക്കുന്ന 9 സ്കൂളുകൾ. നമ്മുടെ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് CBSE പോലുള്ള സിലബസ് പഠിപ്പിക്കുന്നതിന് നമ്മുടെ വെഞ്ഞാറമൂട്ടിൽ ഉള്ള ഏക സ്ഥാപനം, എനിക്ക് തോന്നുന്നു ശാലിനി ഭവനും സ്റ്റേറ്റ് സിലബസാണ് എന്നാണ് എൻ്റെ വിശ്വാസം, ഉള്ളത് നമ്മുടെ സ്കൂളാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു പുതിയ തലമുറയെ വാർത്തെടുക്കുന്നതിന് വേണ്ടിയുള്ള മേഖലയാണ് വിദ്യാഭ്യാസ മേഖല എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. ഇവിടെ പഠിച്ചിറങ്ങുന്ന കുട്ടികൾ പല മേഖലകളിലായിട്ടാണ് അവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതും അവർ ഈ സമൂഹത്തിൻ്റെ ഭാഗമായി മാറുന്നതും. എല്ലാവർക്കും തന്നെ നമുക്ക് ഉന്നത വിദ്യാഭ്യാസം നേടിയിരുന്നാലും എല്ലാവർക്കും നമ്മൾ വിചാരിക്കുന്നത് പോലെ അവരുടെ ഭാവിയിൽ എത്തിപ്പെടണമെന്നില്ല. നമ്മുടെ സമൂഹത്തിൽ ജീവിക്കണമെങ്കിൽ വിദ്യാഭ്യാസം അറിവ് നേടുന്നതിനുള്ള ഒരു മാർഗം കൂടിയാണ്. നമ്മളിൽ പലരും നല്ല കൃഷിക്കാരനാവും. കാർഷിക, ഇവിടെ നേരത്തെ ബഹുമാന്യനായ MLA സൂചിപ്പിച്ചതുപോലെ എത്ര AI ക്യാമറകളും അതുപോലെ തന്നെ AI ബുദ്ധികളും ഒക്കെ ഉണ്ടായിരുന്നാലും മണ്ണിൽ കൃഷിയെടുത്താൽ മാത്രമേ മനുഷ്യന് അന്നമൂട്ടാൻ കഴിയൂ. അതുകൊണ്ട് നല്ല കൃഷിക്കാരനാവുന്നവരുണ്ടാവും, നല്ല ശാസ്ത്രബോധത്തോടെ ശാസ്ത്രജ്ഞനാവുന്നവരുണ്ടാവും. ശാസ്ത്രബോധവും യുക്തിബോധവുമാണ് നമ്മളെ വിദ്യാഭ്യാസത്തിൻ്റെ അടിത്തറ. രാജ്യത്തെ നയിക്കാൻ ഇത് 2 അറിവും വളരെ പ്രധാനമാണ്. ചിലർ രാഷ്ട്രീയക്കാരാവും. ഈ രാജ്യത്തിൻ്റെ ഭരണനിർവഹണ സഭകളിൽ അംഗങ്ങളായി പുതിയ രീതികൾ, പുതിയ ഭരണ സംവിധാനങ്ങൾ, ജനങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുന്ന സംവിധാനങ്ങൾ ഉണ്ടാക്കാൻ പ്രാപ്തരായ ഭരണകർത്താക്കളായി മാറും. മറ്റു ചിലർ നമ്മളെ രാജ്യത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയുള്ള വലിയ പാലങ്ങളും റോഡുകളും വലിയ വലിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുന്നവരായി മാറും. അങ്ങനെ വിവിധ മേഖലകളിൽ മാറുന്നവരാണ് അറിവ് സമ്പാദിച്ച് പുറത്തിറങ്ങുന്നവർ. നമുക്കറിയാമല്ലോ, നമ്മുടെ
ലോകത്ത് തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യ അത് അതുപോലെ നിലനിർത്തണമെങ്കിൽ എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവർക്കും ജീവിക്കാൻ തുല്യ അവകാശം പ്രാധാന്യം ചെയ്യുന്നതുമായ ഭരണഘടനയാണ് ഈ ജനാധിപത്യത്തിൻ്റെ ആണിക്കൽ. അത് നിലനിർത്തുക എന്ന് പറയുന്നത് നമ്മളെ ഓരോരുത്തരുടെയും കടമയും കർത്തവ്യവുമായി മാറുകയാണ്. പുതിയ വിദ്യാഭ്യാസ രീതികൾ, ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പുതിയ സിലബസുകൾ എല്ലാം ഭരണകൂടങ്ങൾ നിർമ്മിക്കപ്പെട്ട് അടിച്ചേൽപ്പിക്കുന്ന കാലഘട്ടം കൂടിയാണ്. വളരെ ഗൗരവത്തോടെ, വളരെ ദീർഘവീക്ഷണത്തോടെ വിദ്യാഭ്യാസ മേഖലയെ നോക്കിക്കാണുകയും അവർ പഠിക്കേണ്ട കാര്യങ്ങളെ അവർ പഠിക്കാൻ പ്രാപ്തരാക്കുകയും ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ കാലഘട്ടം പൂർത്തിയാകുന്നത്. സത്യങ്ങൾ നിലനിൽക്കെ തന്നെ വളച്ചൊടിക്കപ്പെട്ട സത്യങ്ങളോ അർത്ഥസത്യങ്ങളോ വരും തലമുറയെ പഠിപ്പിക്കാൻ പാടുപെടുന്ന ഭരണകൂട വ്യവസ്ഥിതിയുള്ള നാട്ടിൽ വളരെ കരുതലോടെ വിദ്യാഭ്യാസത്തെ കാണുകയും അവരെ പഠിപ്പിക്കുകയും ചെയ്യേണ്ട കാലഘട്ടം കൂടിയാണ് ഇത് എന്ന് ഈ സന്ദർഭത്തിൽ നിങ്ങൾ ഓർമ്മപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ വിദ്യാഭ്യാസ കാലഘട്ടം നമ്മുടെ സൗഹൃദങ്ങളുടെ കൂടി കാലഘട്ടമാണ്. നമുക്കറിയാമല്ലോ, 60, 65, 70 വയസ്സായി പിരിഞ്ഞുപോയി ഉദ്യോഗത്തിൽ നിന്ന് റിട്ടയർ ആയവരും സ്കൂളുകളിലെത്തി റീയൂണിയൻ ഉണ്ടാക്കി അവരെ സൗഹൃദം, അപ്പോൾ ജീവിച്ചിരിക്കുന്നവരുടെ സൗഹൃദ കൂട്ടായ്മ ഉണ്ടാക്കുന്ന കാലഘട്ടം കൂടിയാണ്. അത്ര ഏറെ ദൃഢമായ ആത്മബന്ധം ആണ് സ്കൂൾ മേഖല, വിദ്യാഭ്യാസ മേഖല. അവർ എത്ര ഉന്നതികളിലെത്തിയിരുന്നാലും, കൂടെ പഠിച്ച ഒരാൾ എത്ര പാവപ്പെട്ടവനായിരുന്നാലും, കൃഷിക്കാരനായിരുന്നാലും, കച്ചവടക്കാരനായിരുന്നാലും അവനെ ചേർത്ത് പിടിക്കുന്ന സൗഹൃദം സ്കൂൾ അന്തരീക്ഷത്തിൽ നിന്നുണ്ടാവുന്നതാണ്. ഒരിക്കലും മാറ്റപ്പെടാൻ പറ്റാതെ അവരെ പ്രാപ്തരാക്കുന്നതിൽ വലിയൊരു പങ്ക് നമ്മുടെ രക്ഷകർത്താക്കൾക്കുണ്ട്. അവരെ ഓരോ ഘട്ടത്തിലുമുള്ള വിദ്യാഭ്യാസ കാലഘട്ടം അവർ ഒരു റാങ്ക് വാങ്ങുന്നുവെങ്കിൽ, അവരെല്ലാ വിഷയങ്ങൾക്കും ഉന്നത നിലവാരത്തിലുള്ള മാർക്ക് വാങ്ങുന്നുവെങ്കിൽ അവരോടൊപ്പം അല്ലെങ്കിൽ അവർക്ക് ഒരു പടി മുകളിൽ അവരുടെ രക്ഷകർത്താവ് ആ കാലഘട്ടത്തിൽ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അവർക്ക് ഉറക്കമൊളിച്ചിരുന്ന് അവർ പഠിക്കുന്നോ എന്ന് നോക്കി അവർക്ക് കട്ടൻ ചായയും മറ്റും ഇട്ടുകൊടുത്ത് അവർക്ക് ഊർജം പകരുന്നത് അവരെ രക്ഷകർത്താക്കളാണ്. അപ്പോൾ അവരോടൊപ്പം തന്നെ മക്കളെ പഠിപ്പിച്ച് ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിന് വലിയ പങ്ക് വഹിക്കുന്നവരാണ് രക്ഷകർത്താക്കൾ. അവർക്ക് സ്വസ്ഥമായി പഠിക്കാനുള്ള കുടുംബാന്തരീക്ഷം ഉണ്ടാക്കി കൊടുക്കുക, അവർക്ക് പഠിക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അവർ സാഹചര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ ചെയ്യേണ്ടത് രക്ഷകർത്താക്കളെ കൂടി ഉത്തരവാദിത്തമാണ്. ഈ സ്കൂൾ നല്ല നിലയിൽ നിലനിൽക്കണം. നമ്മളെ മക്കൾ ഈ സ്കൂളിൻ്റെ അച്ചടക്കത്തോട് യോജിച്ചു നിന്ന് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് നോക്കാൻ, ദൈനംദിന പ്രവർത്തനങ്ങൾ വീക്ഷിക്കാൻ നമ്മൾ ഓരോ രക്ഷകർത്താക്കളും ബാധ്യസ്ഥരാണ് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. നിങ്ങളും മക്കളെ സ്കൂളിൽ അയച്ചാൽ ആഴ്ചയിലൊരിക്കലെങ്കിലും ആ സ്കൂളിലെത്തണം. അവർ പഠിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച്, സ്കൂളിൻ്റെ അച്ചടക്കത്തെക്കുറിച്ച് ഒക്കെ നമ്മളും പരിശോധിക്കണം. അത് സൂചിപ്പിക്കാൻ കാരണം ഈ കാലഘട്ടം വളരെ മോശമാണ്. ഞാൻ വെഞ്ഞാറമൂട് ഹൈസ്കൂളിൻ്റെ 9 വർഷത്തെ PTA പ്രസിഡൻ്റായിരുന്നു. ഏകദേശം 2600ഓളം കുട്ടികൾ 8ാം ക്ലാസ് മുതൽ ഹയർ സെക്കൻഡറി വരെ പഠിക്കുന്ന കുട്ടികളാണ്. വിവിധ മേഖലകളിൽ വരുന്ന, വിവിധ വീടുകളിൽ വരുന്ന, പ്രത്യേക സംസ്കാരം ഉള്ള സ്ഥലങ്ങളിൽ വരുന്ന കുട്ടികളാണ് സർക്കാർ സ്കൂളുകൾ വരുന്നത്. നമുക്കറിയാമല്ലോ, അവരെ പഠിപ്പിച്ച് പ്രാപ്തരാക്കുക എന്നുള്ളതാണ് ആ സ്കൂളിൻ്റെ കടമ. പക്ഷേ ഈ സാമൂഹ്യ വ്യവസ്ഥയിൽ കൊച്ചുകുട്ടികൾ, 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ 2 പ്രൊഫഷണൽ കോളേജ് കൂടി നമ്മുടെ പഞ്ചായത്തിലുണ്ട്. ഒരു എഞ്ചിനീയറിംഗ് കോളേജുണ്ട്, ഒരു MBBS കോളേജുണ്ട്. അതിൻ്റേതായ ചില കാര്യങ്ങളൊക്കെ തന്നെ ഈ സമൂഹത്തിൽ കടന്നു വരും. അപ്പോൾ നമ്മളെ മക്കളെ പരിശോധിക്കേണ്ടതും അതുപോലെ അവരെ നല്ല വഴിക്ക് നടത്തേണ്ടതും കൂടി ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. ആരോ പറയുന്നത് പോലെ കച്ചവടക്കാരന് ലാഭമല്ലാതെ അവൻ്റെ മുന്നിൽ മറ്റൊന്നുമില്ല. കച്ചവടത്തിന് നെറി വേണം, അല്ലെങ്കിൽ കച്ചവടം നിങ്ങൾ ഇന്നതേ ചെയ്യാവൂ, ഇന്നതേ വിൽക്കാവൂ എന്ന് വാശി പിടിക്കാൻ കഴിയില്ല. ഏതൊരു കച്ചവടക്കാരനും അവനെ ലാഭമുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ മക്കൾ ഉപയോഗിച്ചുകൂടാത്ത പല വസ്തുക്കളും ഇന്ന് വെഞ്ഞാറമൂട്ടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കിട്ടുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഒട്ടും ഒളിച്ചു വയ്ക്കേണ്ടതില്ല.
വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. വലിയ പഞ്ചായത്ത് തലത്തിൽ തന്നെ അതിൻ്റെ മോണിറ്ററിംഗ് കമ്മിറ്റികളുണ്ടായി, ഉദ്യോഗസ്ഥരുടെ യോഗങ്ങൾ വിളിച്ചു, റെയ്ഡുകൾ നടത്തുന്നു, മറ്റ് കാര്യങ്ങളൊക്കെ നടത്തുന്നു. അതും കൂടി നമ്മളെ ശ്രദ്ധയിൽ വെച്ചുകൊണ്ട് വളരെ ഗൗരവത്തോടെ നമ്മളെ മക്കളെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ കരുതലായും കരുത്തായും മാറാൻ രക്ഷകർത്താക്കളും നല്ല അധ്യാപകരായി കുട്ടികളെ നല്ല വഴിക്ക് തെളിക്കാൻ ഈ പ്രവേശനോത്സവം പ്രചോദനമാകട്ടെ. നിങ്ങളെ കണ്ടതിലുള്ള ഏറെ സന്തോഷം പങ്കുവച്ചുകൊണ്ട് ഞാൻ എൻ്റെ ചെറിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെല്ലാം നന്ദി, നമസ്കാരം. Thank you so much, sir, for your soulful words. Now let's take a moment to share our love and respect by presenting a memento for Mr. K. Babarajan, sir. I request our chairman, along with all the management members, principal and vice principal, to join forward to share the memento, a token of love and respect from our school. Now I invite Mr. Binu S. Nair, PTA President, MAKAM. Let's welcome sir for the felicitation address. ഈ പരിപാടിയുടെ അധ്യക്ഷൻ നമ്മുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള ശ്രീ റഷീദ് അവർകൾ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് കടന്നുപോയ വാമനപുരത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള MLA ശ്രീ സുധീർ ഷാ പാലോട് അവർകൾ, എനിക്ക് മുന്നേ ഹ്രസ്വമായ രീതിയിലെങ്കിലും ഇവിടെ കുട്ടികളെ ബോധ്യപ്പെടുത്തിയ നമ്മുടെ തലനാട് ഗ്രാമപഞ്ചായത്തിൻ്റെ അധ്യക്ഷൻ ശ്രീ ബാബുരാജൻ അവർകൾ, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഈ സ്കൂളിൻ്റെ ഡയറക്ടർ ബോർഡ് മെമ്പർമാർ, പ്രിൻസിപ്പൽ, അധ്യാപകർ, അനധ്യാപകർ, രക്ഷകർത്താക്കളെ, വിദ്യാർത്ഥികളെ, സുഹൃത്തുക്കളെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. വളരെ സന്തോഷവും അതിലേറെ അഭിമാനത്തോടു കൂടിയാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ എല്ലാ വർഷവും ഞാൻ സൂചിപ്പിക്കുന്നത് പോലെ വെഞ്ഞാറമൂട്ടിൻ്റെ മികവിൻ്റെ കേന്ദ്രമായി നമ്മുടെ MAKM സ്കൂൾ മാറിയിരിക്കുകയാണ്. ഓരോ വർഷവും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾ, അക്കാഡമിക് നിലവാരം വളരെ മെച്ചപ്പെട്ട രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടുത്തെ അധ്യാപകർക്കും അതുപോലെ തന്നെ മാനേജ്മെൻറ്റിനും സാധിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 1000-ലധികം വരുന്ന വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു വിദ്യാലയമായി നമ്മുടെ ഈ വെഞ്ഞാറമൂട്ടിൽ MAKM മാറിയിരിക്കുകയാണ്. രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ നാട്ടുകാരുടെ നിരവധിയായിട്ടുള്ള പ്രശംസ പിടിച്ചു പറ്റിക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, പ്രതിസന്ധി ഘട്ടത്തിലും സാമ്പത്തിക പ്രതിസന്ധി ഘട്ടത്തിലും തങ്ങളുടെ മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം ലഭിക്കണം, നല്ല സ്വഭാവ രൂപീകരണം ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള മാനേജ്മെൻറ്റ് സ്കൂളുകളിലേക്ക് വിദ്യാർത്ഥികളെ പറഞ്ഞയക്കുമ്പോൾ രക്ഷകർത്താക്കൾക്ക് പ്രതീക്ഷകളുണ്ട്. ആ പ്രതീക്ഷ തീർച്ചയായും തിരിച്ചു നൽകിക്കൊണ്ട് തന്നെയാണ് നമ്മുടെ സ്കൂൾ കഴിഞ്ഞ 20-23 വർഷമായി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. മികവുള്ള പ്രവർത്തനങ്ങൾ നടത്തി എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട്, വലിയവൻ്റെ മക്കളെന്നോ ചെറിയവൻ്റെ മക്കളെന്നോ വേർതിരിവില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസം, നല്ല സ്വഭാവ രൂപീകരണം എല്ലാം നൽകിക്കൊണ്ടാണ് നമ്മുടെ സ്കൂൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെയാണ് 1000-ലധികം വിദ്യാർത്ഥികൾക്ക് ഇവിടെ പഠിക്കുവാൻ, കടന്നു വരുവാൻ സാധിക്കുന്നത് എന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. തീർച്ചയായും എന്താണോ രക്ഷകർത്താക്കൾ പ്രതീക്ഷിക്കുന്നത് ആ പ്രതീക്ഷയ്ക്ക് തുയർന്നുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സ്കൂളിൻ്റെ അക്കാഡമിക് നിലവാരം മുന്നോട്ട് പോകും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് സംശയം വേണ്ട. PTA പ്രസിഡന്റ് എന്നുള്ളവരേക്ക് പ്രത്യേകിച്ച് വലിയ ജോലിയൊന്നും എടുക്കേണ്ടി വന്നിട്ടില്ല. കാരണം നമുക്കറിയാം, മാനേജ്മെൻറ്റ് സ്കൂളുകൾക്കൊക്കെ PTA ഒരു ആലങ്കാരിക പദവി മാത്രമാണ് എങ്കിൽ പോലും നമ്മുടെ ഈ സ്കൂളിന് വ്യത്യസ്തമായ നിലപാടുകളാണ് സ്വീകരിച്ചിട്ടുള്ളത്. എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും PTA അംഗങ്ങളുമായി PTA പ്രസിഡന്റുമായുമൊക്കെ ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്തു തന്നെയാണ് നമ്മുടെ സ്കൂൾ മാനേജ്മെൻറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും അത്തരം കാര്യങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മക്കൾക്കുണ്ടാകുന്ന ഏതെങ്കിലും പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകൾ, പ്രതിസന്ധികൾ എന്തുണ്ടെങ്കിലും തീർച്ചയായും ഈ സ്കൂളിൽ വന്ന് ആ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയിക്കുവാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ സ്കൂൾ നൽകുന്നുണ്ട്. മറ്റ് ചില സ്കൂളുകൾ നമുക്കറിയാം, ചില ഹൈടെക് സ്കൂളുകളിലൊക്കെ പോയാൽ നമ്മുടെ കുട്ടികളെക്കുറിച്ച് ഒരു കാര്യം അവിടെയുള്ള മാനേജ്മെൻറ്റിനോട് പറയാൻ പറ്റാത്ത സാഹചര്യമുള്ള
കാലഘട്ടത്തിലാണ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് എല്ലാ തരത്തിലുള്ള പരിഗണനയും കൊടുത്തുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത്. എന്തായാലും പുതുതായി ഈ അക്ഷരമുറ്റത്ത് എത്തിച്ചേർന്ന എൻ്റെ കൊച്ചുമക്കൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ആശംസിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. Thank you, sir, for your soulful words. We are moving on to the end of our inaugural session. I would like to invite Ms. Sanuja KH, Vice Principal, to propose word of thanks. Over to you, ma'am. Thank you, Aishwarya teacher. Good morning, everyone. It's my honor and privilege to deliver the vote of thanks on this very special occasion of our school reopening function. Today marks not just the beginning of a new academic session, but the continuation of our journey of learning, growing, and achieving together. Let me convey my gratitude to the God Almighty for His abundant blessings for such a wonderful gathering. First and foremost, I'd like to express my heartfelt gratitude to our chief guest, Sri Sudhir Shapalod, Honorable MLA, Vamavaram Assembly Constituency, for gracing us with his presence and inspiring words. His encouragement and support meant a lot to us and will certainly motivate our students and staff in the days to come. My profound gratitude goes to the Board of Directors, Chairman A. Rashid Sir, Vice Chairman Nirchalil Bashir Sir, School Secretary Naushad Malikal Sir, Academic Coordinator and Secretary Nasir Khan Sir, Academic Director Shaji Sir, Treasurer Majid Sir, and Director Board Member Asim Sir for their visionary leadership and guidance, and their unwavering support which enabled the institution to achieve excellence in all spheres. Thank you all. A sincere thanks to our principal, Sarada Nair ma'am, whose vision and leadership continue to guide us. Your efforts to ensure that our school is a place of excellence and care are deeply appreciated. Thank you, ma'am. I really use this opportunity to appreciate all the other esteemed dignitaries and felicitators, our PTA President Sri Binu S. Nair, Sri K. Babraj, Nalanad Panchayat President, for honoring the occasion with their presence and continued support and encouragement. Thank you. It's my great privilege to express a thank note to our school manager, Mr. Naufal, who worked behind the scenes to ensure the smooth conduct of this function and for organizing the programs with commitment. To our teachers and staff, thank you for your unwavering dedication and hard work behind the scenes to prepare for a smooth reopening. Your commitment to nurturing young minds is truly commendable. To the parents and guardians, we thank you for a continued trust and partnership. Your support plays a vital role in shaping the success of our students and school community. To our dear students, welcome back. Your energy, enthusiasm, and curiosity are what make this school truly alive. We are excited to see all the wonderful things you will accomplish this year. Lastly, I extend my sincere gratitude to all the students who have achieved memento from this stage for their success. Let us all step into this new academic year with a renewed hope, positive energy, and a strong sense of purpose. Together, let us make this year a great one. Thank you once again. Have wonderful days ahead.